നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഭുവനസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം മഹേശ്വര വിഘ്നേശ്വര പാർവതിയമ്മേ ഭഗവതിയെ നമോ. സ്വാമി നമോ. അയ്യപ്പ സ്വാമി നമോ. ഓം കാളിദേവി ഭഗവതിയെ നമോ. ഓം ദുർഗാദേവിയെ നമോ. ഓം കാവദേവി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ബുധാദിത്യ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 2026 ഏപ്രിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ ബുധനും ആദിത്യനും യോഗം ചെയ്യുന്ന വളരെ സമൃദ്ധിദായകമായിരിക്കുന്ന ഐശ്വര്യദായകമായിരിക്കുന്ന യോഗമാണ് ബുധാദിത്യ യോഗം. ബുധ ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെയും ഒക്കെ ഉയർച്ചയെ കാണിക്കുന്ന ഗ്രഹമാണ്. സൂര്യനായിക്കൊള്ളട്ടെ നവഗ്രഹങ്ങളിൽ രാജസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ്. അപ്പം നവഗ്രഹങ്ങളിൽ രാജസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ രാജാവായി നിൽക്കുന്ന സൂര്യന് നമുക്ക് ആദിത്യനെന്നും രവിയെന്നും പേരിട്ട് വിളിക്കാം. അപ്പോൾ രാജാവായി നിൽക്കുന്ന ആദിത്യദേവനും ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥയിൽ നിൽക്കുന്ന ബുധനും സംയോഗം കൊള്ളുമ്പോഴുണ്ടാകുന്ന ബുധാദിത്യ രാജയോഗം വളരെ വളരെ സൗഭാഗ്യദായകമായ അനുഭവങ്ങളാണ് നൽകുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ കാര്യത്തിൽ, അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെതായിരിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയുടെ കാര്യത്തിലൊക്കെ വളരെയധികം ഗുണവും മേന്മയും ഉണ്ടാകുന്ന കാലമാണ് ബുധൻ്റെയും ആദിത്യൻ്റെയും ചേർച്ചയിലൂടെ ഉണ്ടാകുന്ന ബുധാദിത്യ യോഗം എന്ന് പറയുന്നത്. രാജയോഗ തുല്യമായ യോഗം തന്നെയാണ് ബുധാദിത്യ യോഗവും. ഒരു രാജാവും അതുപോലെ തന്നെ രാജാവിന് സമമായി നിൽക്കുന്ന ഭാഗ്യതല വ്യവസ്ഥയെ വ്യക്തമാക്കുന്ന ഗ്രഹസ്ഥാനമായിരിക്കുന്ന ബുധനും അവ തമ്മിൽ ചേരുമ്പോൾ പിന്നീട് പറയേണ്ടുന്ന കാര്യമില്ല, അത്രത്തോളം ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. ഏപ്രിൽ 14 സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അതുവരെ ഏപ്രിൽ 14 വരെ ഈ യോഗം മീനരാശിയിലാണ് ഉണ്ടാകുന്നത്. മീനരാശി കഴിയുമ്പോൾ തീർച്ചയായിട്ടും മേടരാശിയിലും ഈ യോഗത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകൾ നിറയുക തന്നെ ചെയ്യും. അപ്പോൾ ഏകദേശം ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ച തന്നെ ഇതിൻ്റെ ഈ പറയുന്ന ബുധൻ്റെയും സൂര്യൻ്റെയും സംയോഗം നടന്ന് ബുധാദിത്യ രാജയോഗം ഉണ്ടാവും. 14 ശേഷം അതിൻ്റേതായ രീതി ഒന്ന് മാറി സൗഭാഗ്യങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. ബുധാദിത്യ രാജയോഗത്തിൽ വളരെയധികം സന്തോഷിക്കാൻ പോകുന്ന, വളരെയധികം ആനന്ദിക്കാൻ പോകുന്ന രാശിക്കാരാരെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശി തന്നെയാണ് ആദ്യത്തേത്. ബുധാദിത്യ രാജയോഗം നടക്കുന്നത് മീനം രാശിയിലായതുകൊണ്ട് തന്നെ മീനം രാശി നക്ഷത്ര ജാതർക്ക്
പറഞ്ഞ് അറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള സമൃദ്ധിയും സമ്പത്തും വന്നു ചേരും എന്നുള്ളതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. ഫലദായകമായിരിക്കുന്ന വ്യവസ്ഥയിൽ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വർധനവുണ്ടാകും. ആത്മവിശ്വാസം വളരെ വളരെ കൂടുതലായി ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും വളരെ സമ്മർദ്ദജനകമായിരിക്കുന്ന തരത്തിലുള്ള ജീവൽ വ്യവസ്ഥകളാണ് വന്നു ചേരാൻ പോകുന്നത്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രമോഷൻ സാധ്യതകൾ, അതുപോലെ തന്നെ ശമ്പളത്തിലുള്ള വർധനവ് തുടങ്ങിയവയുണ്ടാകാം. അതുപോലെ തന്നെ പ്രമോഷനൊക്കെ തടഞ്ഞ് നിൽക്കുന്ന മീനം രാശി നക്ഷത്ര ജാതർക്ക് തടസ്സമൊക്കെ മാറി കൃത്യമായും ആ പ്രമോഷൻ നിലവാരത്തിലേക്ക് വരാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയും. അതുപോലെ തന്നെ ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റ ഉത്തരവ് ലഭിക്കുന്നതിന് ഭാഗ്യമുണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ ലഭിക്കുന്നതിന് കാരണമാകുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അലസമായ തരത്തിൽ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോയ വിദ്യാർത്ഥിക്ക് ഒരു നിമിഷം കൊണ്ടായിരിക്കും മാറ്റമുണ്ടായി വിജ്ഞാന ലോകത്തിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയോടുകൂടി വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാനും കഴിയുന്നത്. കീർത്തിതമായിരിക്കുന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസം എത്തുക തന്നെ ചെയ്യും. മീനം രാശി നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് വളരെയധികം മാറ്റവും കീർത്തിയും ലഭിക്കുമെന്നുള്ളതാണ്. യുവതി യുവാക്കൾക്ക് ജോലി സാധ്യതയുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിരിക്കുന്ന ഗുണഫലങ്ങളും ലഭിക്കും. ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ മീനം രാശി നക്ഷത്ര ജാതർക്ക് വന്നുചേരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടെന്ന കാര്യം. ബുധാദിത്യ രാജയോഗത്തിലൂടെ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന അനുഭവമാണ് മീനം രാശി നക്ഷത്ര ജാതർക്ക് ഉണ്ടാകുന്നത്. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാരുടെ 5ാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം സംജാതമാകുന്നത്. ബുദ്ധിശക്തിയും ക്രിയാത്മകതയും വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നുവോ വളരെ ബുദ്ധിപൂർവമായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക്. അതുപോലെ തന്നെ ഏത് കർമ്മത്തിലാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് ആ കർമ്മം വളരെ വളരെ ശക്തമായ തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. വളരെ ആത്മാർത്ഥമായിട്ട് ആ കർമ്മത്തിൽ അവർ ബന്ധപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്ന് സന്തോഷ വാർത്ത കേൾക്കുവാനിടയാകും. അതായത് ചില അപ്രതീക്ഷിതമായ പരീക്ഷകളൊക്കെ പാസ്സാകാനുള്ള ഭാഗ്യം ഉണ്ട്. വൃശ്ചികം രാശി നക്ഷത്രജാതരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത പരീക്ഷകളിലൊക്കെ വിജയം നേടാനും പ്രവേശനം നേടാനും കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കലാകായിക മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് വളരെയധികം പ്രശംസയും കീർത്തിയും ഉയർച്ചയും സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള പഠനത്തിനോ സാങ്കേതിക വിദ്യാഭ്യാസ തലത്തിലുള്ള പഠനത്തിനോ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സാധ്യമാകും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്കായിട്ട് നമ്മൾ പുറം ലോകങ്ങളിലൊക്കെ പോകുന്നത് ജോലി ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരുക തന്നെ ചെയ്യും. വൃശ്ചികം രാശി യുവാക്കൾക്ക് തൊഴിൽ സാധ്യതയുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നതിൽ വിജയമുണ്ടാകും. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ വളരെ നേരത്തെ ഉള്ള റാങ്ക് ലിസ്റ്റുകളിൽ തന്നെ ഇടം നേടാൻ കഴിയും. അതായത് വളരെ ഉയർന്ന റാങ്കോടുകൂടി റാങ്ക് ലിസ്റ്റുകൾ ഇടം നേടാനും 2027 മാർച്ചിന് മുമ്പായിട്ട് തൊഴിൽ സാധ്യതയ്ക്ക് ചെന്ന് ചേരുന്നതിനായിട്ടുള്ള ഭാഗ്യവും വന്നു ചേരും. സ്വാഭാവികമായും ബുധാദിത്യ യോഗം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് ഉദ്ദേശിക്കുന്നതിൽ കവിഞ്ഞ ഭാഗ്യാനുഭവങ്ങളാണ് നൽകുവാൻ പോകുന്നത്. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി.
കർക്കിടകം രാശിക്കാരുടെ 9ാം ഭാവത്തിലാണ് ബുധാദിത്യ യോഗം നടക്കുന്നത്. സ്വാഭാവികമായും 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യഭാവമാണ്. 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യഭാവമാണ്. അതുകൊണ്ട് തന്നെ ബുധൻ്റെയും സൂര്യൻ്റെയും പൂർണ്ണ അനുഗ്രഹം സിദ്ധിക്കുന്ന രാശിജാതരാണ് കർക്കിടകം രാശിജാതർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കാർഷിക വ്യവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും ബിസിനസ് മേഖലയുടെ കാര്യത്തിലാണെങ്കിലും വിദേശ വ്യവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും ധാരാളം സമൃദ്ധിദായകവും അനുഗ്രഹദായകവുമായ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ്. വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെ പ്രയോജനമുണ്ടാകുന്ന ഒരു വർഷമായി 2026 മാറ്റിയെടുക്കുവാൻ ഈ ബുധാദിത്യ രാജയോഗത്തിലൂടെ കഴിയുമെന്നുള്ളതാണ്. തൊഴിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അവരാഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു കാലമാണ്. പിതാവിൽ നിന്നോ പിതൃതുല്യരായവരിൽ നിന്നോ വളരെയധികം സഹായവും സാമ്പത്തിക വ്യവസ്ഥിതിയും വന്നു ചേരും. തീർത്ഥയാത്രകൾക്കും അതുപോലെ തന്നെ ദീർഘയാത്രകൾക്കും വിനോദയാത്രകൾക്കും ഒക്കെയുള്ള വ്യവസ്ഥിതി കർക്കിടകം രാശി നക്ഷത്ര ജാതരിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയും എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. സാംസ്കാരികവും സാഹിത്യവും രാഷ്ട്രീയപരവുമായിരിക്കുന്ന മേഖലയിൽ ബന്ധപ്പെട്ടു നിൽക്കുന്നവർക്ക് നേതൃസ്ഥാനം ലഭിക്കുന്നതിനും വിജയം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ കർമ്മമണ്ഡലം തന്നെ അവരുദ്ദേശിക്കുന്ന തരത്തിൽ ആയിത്തീരാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ആയിത്തീരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കർമ്മമണ്ഡലം അവരാഗ്രഹിക്കുന്ന തരത്തിലായിത്തീരാനുള്ള ഭാഗ്യവും ഉണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദേശ വ്യവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ വളരെ ഭാഗ്യദായകമായ അനുഭവമാണ് കർക്കിടകം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. അടുത്തത് ചിങ്ങം രാശി നക്ഷത്ര ജാതരാണ്. മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിയുടെ അധിപനായ സൂര്യൻ ഭാഗ്യദാതാവായിരിക്കുന്ന ബുധനുമായി ചേരുന്നതിൻ്റെ പ്രയോജനം ചിങ്ങം രാശിക്കാർക്ക് വളരെയേറെ ലഭിക്കുമെന്നുള്ളതാണ്. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള വലിയ അവസരങ്ങൾ ചിങ്ങം രാശി നക്ഷത്ര ജാതർക്കുണ്ട്. ചിങ്ങം രാശി നക്ഷത്ര ജാതരുടെ 8ാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുധൻ്റെ സാന്നിധ്യവും വളരെയധികം പ്രയോജനം ചെയ്യും. ചിങ്ങം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ചയുണ്ടാവും. ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ടുന്നതാണ്. ബുധാദിത്യ രാജയോഗത്തിലൂടെ വളരെ ആഹ്ലാദകരവും ശാന്തവും സമാധാനപരവുമായിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിന് ചിങ്ങം രാശി നക്ഷത്ര ജാതർക്കുണ്ടാവും. അതുപോലെ തന്നെ കുടുംബത്തിലെ വലിയ സന്തോഷജനകമായിരിക്കുന്ന അവസ്ഥകൾ, മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നത് തുടങ്ങിയവയൊക്കെ ബുധാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് അനുഭവവേദ്യമാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക സാധ്യത, പാരമ്പര്യ സ്വത്ത് ലഭിക്കുക, ഗവേഷണ രംഗത്തുള്ളവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുക തുടങ്ങി ഒരുപാട് സമൃദ്ധിദായകമായിരിക്കുന്ന ജീവൽ വ്യവസ്ഥകൾ ചിങ്ങം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ബുധാദിത്യ രാജയോഗം ഏറ്റവും നന്നായി അനുഗ്രഹം നൽകുന്ന രാശിയാണ് ചിങ്ങം രാശി. അടുത്തത് ഇടവം രാശിയാണ്. കാർത്തിക കാൽ രോഹിണി മകയിരം പകുതി ചേരുന്ന ഇടവം രാശി. ഇടവം രാശിക്കാരുടെ 11ാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നത്. സാമ്പത്തികമായ വലിയ പുരോഗതി ഉണ്ടാകും. ഏത് വിധേനയും സമ്പത്ത് ഇവരുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും സഹായം ഉറപ്പായും ലഭിക്കുമെന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയതായ ഒരുപാട് ലാഭ വ്യവസ്ഥകൾ തിരിച്ചറിയാനും അതിലൂടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. എന്ന് മാത്രമല്ല, ബിസിനസ് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും കഴിയുമെന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ തരത്തിൽ ബിസിനസ്സിൽ നിന്ന് വമ്പൻ ലാഭങ്ങൾ കൊയ്യുവാൻ ഇടവം രാശി നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്ക് കഴിയും.
സാമ്പത്തികമായ മേന്മ, വിദ്യാഭ്യാസപരമായ പുരോഗതി, തൊഴിലിൻ്റേതായ പുരോഗതി, കാർഷിക രംഗത്തെ മികച്ച വ്യവസ്ഥകൾ, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നന്മയുടെ മാർഗങ്ങൾ തുടങ്ങി ഒരുപാട് സന്തോഷവും ആനന്ദദായകവുമായിരിക്കുന്ന പ്രവൃത്തികൾക്ക് വഴി തുറക്കുന്ന ഒരു വലിയ സമയമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ ഇടവം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബുധാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുധ ആദിത്യ അനുഗ്രഹത്തിൻ്റേതായിരിക്കുന്ന ഭാഗ്യത്തിൽ കരാറുകളിൽ ഒപ്പിടുക, പുതിയ ജോലികൾക്ക് സാധ്യത തെളിയുക, അതുപോലെ തന്നെ വസ്തുവകകൾ വാങ്ങിക്കുക, വാഹനം വാങ്ങുക, പുതിയ വീട് വയ്ക്കുവാനുള്ള വ്യവസ്ഥകൾ തെളിഞ്ഞു വരിക, വിദേശത്തേക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠന കാര്യങ്ങളായി പോകാൻ കഴിയുക, ജോലിയുടെ കാര്യത്തിനായി പോകാൻ കഴിയുക തുടങ്ങി ഭാഗ്യത്തിൻ്റേതായിരിക്കുന്നൊരു വലിയ അനുഗ്രഹം തന്നെയാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ 5 രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഈ അനുഭവം ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും വളരെ ഉയർന്ന തരത്തിലേക്ക് പോകുന്നതിനായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ക്ഷേത്രാദർശനങ്ങൾ മുടങ്ങാതെ നടത്തുക, എപ്പോഴും ഈശ്വരൻ്റേതായിരിക്കുന്ന നാമങ്ങൾ ഉരുവിടാൻ ശ്രമിക്കുക, രാവിലെയും വൈകുന്നേരവും ഈശ്വര നാമങ്ങൾ പറഞ്ഞ് അനുഗ്രഹം നേടാനുള്ള ശ്രമം നടത്തുക. തീർച്ചയായും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ബുധാദിത്യ രാജയോഗത്തിൻ്റെ എല്ലാ ഫലങ്ങളും എല്ലാ നക്ഷത്ര ജാതർക്കും ഉണ്ടാകട്ടെ എന്നെൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും ഈ 5 രാശിക്കാരിൽ നിന്നും മറ്റുള്ള നക്ഷത്ര വ്യവസ്ഥകൾക്കും ഇതിൻ്റെ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.